ഹലോ ഗായ്സ്, ഐ ആം അനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് PNC മാക് അലോട്ട്മെൻറ്റ് 2026 കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ജൂലൈ 15 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നത്. ജൂലൈ 15 ഇനി ദിവസങ്ങളില്ല. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ചെന്ന് അപ്ലൈ ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രൊസീജിയർ, അതായത് അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് വരുന്ന പ്രൊസീജിയറിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ജൂലൈ 15 അപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ജൂലൈ 17 തന്നെ വെരിഫിക്കേഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. വെരിഫിക്കേഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ജൂലൈ 25 വരെ നമുക്ക് കറക്ഷൻ ചെയ്യാനുള്ള ടൈമാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഡാറ്റാസ് ഇനി അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇറർ നമുക്ക് കൊടുത്തു പറ്റിപ്പോയി, ഇപ്പോൾ ഇനി ഒരു ഡാറ്റ കൊടുത്ത് തെറ്റിപ്പോയി, അതെല്ലാം തിരുത്താനുള്ള സമയമാണ് ഈ ജൂലൈ 25 വരെ എന്നുള്ളത്. അതിനുള്ളിൽ തന്നെ എല്ലാവരും എന്തെങ്കിലും കറക്ഷൻസ് എല്ലാം ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് വെക്കേണ്ടതാണ്. ജൂലൈ 25 ശേഷം ജൂലൈ 31 നമ്മുടെ PNC മാക് അവരുടെ ട്രയൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ജൂലൈ 31 ട്രയൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഈ ട്രയൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഓഗസ്റ്റ് 3 ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഈ ഓഗസ്റ്റ് 3 വരുന്ന ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് ഓരോ കോളേജുകളിലും അഡ്മിഷൻ ലഭിക്കുന്നത്. ആ ഒരു ഓഗസ്റ്റ് 3 വരുന്ന ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം ആയിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ നമുക്കതിന് ശേഷം, അതായത് ഓഗസ്റ്റ് 3 ശേഷം നമുക്ക് കോളേജ് ഓപ്ഷൻ വെക്കാനുള്ള അവസരം ലഭിക്കുന്നതാണ്. ഈ കോളേജ് ഓപ്ഷൻ വെക്കുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് PNC മാക്കിൽ ഒരുപാട് കോളേജുകളുണ്ടെങ്കിലും നമുക്കാകെ 10 കോളേജുകൾ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതായത് 10 കോളേജ് ഒരു കുട്ടിക്ക് സെലക്ട് ചെയ്ത് അലോട്ട്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, PNC മാക്കിൽ ഒരിക്കൽ നിങ്ങൾ, അതായത് ഒരു 10 കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു എന്നുണ്ടെങ്കിൽ പിന്നീട് അതിൽ ഒരു ചേഞ്ചും അതായത് വേറെ കോളേജ് ആഡ് ചെയ്ത്, ഇപ്പോൾ എനിക്ക് ഈ കോളേജ് വേണ്ട, ഇത് ഡിലീറ്റ് ചെയ്ത് വേറെ കയറ്റാം, അങ്ങനെ പറ്റില്ല. വേറൊരു കോളേജ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ കൊടുത്തിരിക്കുന്ന കോളേജുകളുടെ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം. എക്സാമ്പിൾ, ഇപ്പോൾ 5ാമത് വെച്ചിരിക്കുന്ന കോളേജ് 2ാമത് വെക്കണം, 2ാമത് വെച്ചിരിക്കുന്ന കോളേജ് 7ാമത് വെക്കണം, അങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ 10 കോളേജുകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. പക്ഷേ ഒരു കോളേജ് പോലും പുതിയതായി നമുക്ക് PNC മാക്കിലൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മൾ PNC മാക്കിൽ നോക്കുന്നത്, ഇൻഡെക്സ് മാർക്ക് ആണെങ്കിൽ നമ്മൾ നോക്കുന്നത് 4 സബ്ജക്റ്റാണ്: ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, ഇംഗ്ലീഷ്. സോ 4 കൂടെ 460 നിങ്ങൾക്ക് എത്ര ഇൻഡെക്സ് മാർക്ക് ഉണ്ടെന്ന് നോക്കി പ്രീവിയസ് ഇയറിലെ റാങ്ക് ലിസ്റ്റുകളും അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ള കാൻഡിഡേറ്റ് ലിസ്റ്റും എടുത്ത് നോക്കി നിങ്ങളുടെ മാർക്ക് കയറിയിരിക്കുന്ന കോളേജുകൾ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 460 ഒരു 443, 48 മാർക്കുണ്ടെന്ന് വയ്ക്കും, 448 മാർക്കുണ്ടെന്ന് വയ്ക്കും. അപ്പോൾ ആ 448 മാർക്കുള്ള കുട്ടികൾ കയറിയിരിക്കുന്ന കോളേജുകൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ആ കോളേജുകൾക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എളുപ്പത്തിൽ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. 10 കോളേജുകൾ ആകെ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. സോ ആ വെക്കുന്ന 10 കോളേജുകൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജുകളാക്കി ഒരു ഓർഡറിൽ സീക്വൻസ് ആയിട്ട് വെക്കേണ്ടതാണ്. പിന്നീട് തുടർന്നുള്ള അലോട്ട്മെൻറ്റുകൾ നടക്കും. നമ്മൾ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോളേജിൽ സീറ്റ് കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ചെന്ന് ജോയിൻ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഇവിടെ നമുക്ക് ടോക്കൺ ഫീസ് വരുന്നത് 10,000 രൂപയാണ്. PNC മാക്കിലെ 10,000 രൂപ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾ ആ കോളേജിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ കോളേജ് ഇഷ്ടം ഉണ്ടാവില്ല, എങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്ത് ഹയർ ഓപ്ഷൻ കൊടുത്ത് വെയിറ്റ് ചെയ്യുക. നമ്മൾ ടോക്കൺ ഫീസ് അടയ്ക്കാതിരിക്കുകയോ ജോയിൻ ചെയ്യാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെടും. പിന്നീട് നമുക്ക് ഒരു അലോട്ട്മെൻറ്റിൽ പോലും പങ്കെടുക്കാൻ പോലും പറ്റില്ല. സോ നിങ്ങൾക്ക് കിട്ടുന്ന കോളേജ് ഏതാണെന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ അവിടെ ഇഷ്ടമാണെങ്കിലും ചേരുക. അതിനുശേഷം നമുക്ക് ഹയർ ഓപ്ഷൻ കൊടുത്ത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകൾ നിങ്ങൾക്ക് പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിലോട്ട് മാറ്റം വയ്ക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലോട്ട് എത്താൻ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.